സാറേ എഴുതാൻ സമയമില്ല, അലോട്ട്മെൻ്റ് ഉണ്ട്, എഴുതാൻ സമയമില്ല, അങ്ങനെ പർച്ചേസ് ചെയ്യാൻ സമയമില്ല, പ്രൊസീജിയർ പൂർണ്ണമാക്കാൻ ഉള്ള ബുദ്ധിമുട്ട്, അന്നങ്ങനെയല്ല, പണമില്ല, അത് പോട്ടെ. അപ്പോൾ ആ സന്ദർഭത്തിൽ എങ്ങനെയോ നമ്മുടെ സ്ഥാപനം സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കാൻ 2000-2001 ഇയറിൽ ഒരു ഇത് വന്നു. അതിൻ്റെ ബേസിൽ ഇത് സെൻറ്റർ ഓഫ് എക്സലൻസ് ആയോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നം. സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കുവാൻ വേണ്ടി ഉള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ മുതൽ എല്ലാ കാര്യങ്ങളും പുതുക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു ശ്രമം നടന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ, അതായത് സജി ഉണ്ടായിരുന്ന സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് വളരെ നല്ല നിലയിൽ ഈ ഓഡിറ്റോറിയം വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യാത്ത രൂപത്തിൽ ഞങ്ങൾ ഗ്രാഫിക്സും സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും ഒക്കെ പഠിപ്പിച്ച ഈ ഹാള് ഈ രൂപത്തിൽ ഇന്നായത് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു അളവുകോലാണ്. ഇതിൻ്റെ മുഖച്ഛായ മാറിയിരിക്കുകയാണ്. ഈ റോഡ് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ അതേ വാചക 2-3 തവണ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും 2-3 തവണ യാത്ര ചെയ്യുന്ന എനിക്ക് വളരെയധികം സന്തോഷമുള്ള, റിട്ടയർമെൻറ്റിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഇതിൻ്റെ മുഖച്ഛായ മാറുന്നു. ദിവസം ഞാൻ ഒരുപക്ഷെ 2 തവണയോ 4 തവണയെങ്കിലും, ചിലപ്പം മിനിമം 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, ഇതിൽ യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോഴെല്ലാം ഇത് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ പോലെ എന്തോ ഒരു മന്ദഗതി വന്നിട്ടുണ്ട്. റോഡ് വീതി കൂട്ടുന്നതിൻ്റെ കൊണ്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും, അത് മാറ്റങ്ങൾ വരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അലുമിനി അസോസിയേഷൻ്റെ സംഭാവന ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഈ വിപുലീകരണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അലുമിനി അസോസിയേഷൻ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു കുടുംബ സംഗമം എന്ന് പറയാം ഇതിനെ, സമാഗമം എന്നല്ല. ഞാനിതിനെ ഒരു അന്നത്തെ 1993 ആ കാലഘട്ടത്തിലെ ഒരു കുടുംബ സംഗമം, വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരു കുടുംബ സംഗമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ അധ്യാപകർ 4 പേരേ ഇവിടെ ഉള്ളൂ, അല്ലേ? ഇപ്പം അന്ന് പഠിപ്പിച്ച ഞങ്ങൾ 4 പേരേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. മറ്റാരും വന്നിട്ടില്ലാത്തതിലൊരു നിരാശയുണ്ട്. അവരെ കൂടെ എങ്ങനെയെങ്കിലും നിങ്ങൾ വരുത്തി അറേഞ്ച് ചെയ്യേണ്ടതായിരുന്നു. ഒരുപക്ഷെ അവരുടെയൊക്കെ വ്യക്തിപരമായ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. സാധാരണ ശശി സാർ ഇതിനെല്ലാത്തിനും, AP ശശിധരൻ സാർ ഇതിനെല്ലാത്തിനും മുൻപന്തിയിലുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് ചടങ്ങുകൾക്കൊന്നും കാണാറില്ല. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇപ്പോഴത്തെ പ്രിൻസിപ്പലിൻ്റെ ഇതിൽ നമ്മുടെ ഈ പോളിടെക്നിക്ക് നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ, സാറ് പറഞ്ഞതുപോലെ, ഇനി സാറ് ഗുരുനാഥൻ അല്ലെങ്കിലും ഗുരുനാഥൻ ആണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ ആ സർവേ ക്യാമ്പ് എൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അതെന്നെ സ്ട്രൈക്ക് ചെയ്ത്. ഞാൻ 80 സെപ്റ്റംബറിൽ MD-യിൽ ചെല്ലുമ്പം സാറ് പാർട്ട് ടൈം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പാസ്സായി. സാറ് പുറത്തിറങ്ങുന്നു. അന്ന് സാറും അവിടെ അധ്യാപനയാണ്, മഹാരാജാസ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനാണ്. സാർ അന്നത്തെ ഒരു സീനിയർ അധ്യാപകനാണ്. ഞാനാണെങ്കിൽ വളരെ ജൂനിയർ, പാർട്ട് ടൈം ഡിഗ്രി പഠിക്കാൻ ചെന്ന ഒരു ഏതാണ്ട് നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ റാഗ് ചെയ്യാവുന്ന ഒരു പയ്യനായിട്ടാണ്, ചെയ്യപ്പെടാവുന്ന ഒരു പയ്യനായിട്ടാണ് ഞാൻ MD-യിൽ അധ്യാപകനായിട്ട് ചെല്ലുന്നത്. വാസ്തവത്തിൽ അതാ ഞാൻ ഗുരുനാഥനെന്ന് പറയാൻ കാര്യം, വെറുതെ പറഞ്ഞതല്ല, പാഴ്വാക്ക് പറഞ്ഞതല്ല. അപ്പം അവിടെ സർവേ ക്യാമ്പൊക്കെ ആ കാലഘട്ടത്തിലെ സിലബസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അന്ന് തിയോഡലൈറ്റ് ഉപയോഗിച്ച് രാമവർമ്മ പാലസ്, ആ പാലസ് പഴയ കൊച്ചി ശക്തൻ തമ്പുരാൻ കൊട്ടാരം, തൃശ്ശൂർ വടക്കേച്ചിറ അല്ലേ, വടക്കേച്ചിറയിലുള്ള കൊട്ടാരം, അതായത് തൃശ്ശൂർ തേക്കങ്ങാട് മൈതാനത്തിന് വടക്കേശ്വരം ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരമൊക്കെ ഉണ്ട്. അങ്ങേരുടെ ശവകുടീരമൊക്കെ അവിടെ ഉണ്ട്. ആ ഒരു ഏരിയ, 4-5 ഏക്കറുള്ള ഏരിയ സർവേ ക്യാമ്പ് നടത്തി. സത്യത്തിൽ പിന്നീട് ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞും ഒക്കെ പല ദീർഘമായ, നിങ്ങൾ പറഞ്ഞ പോലെ കൺസൾട്ടൻസി സർവേ ക്യാമ്പ്, ഇങ്ങേറ്റം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക, നിങ്ങൾ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടാണ് ഞാനിത് പറയുന്നത്. നിലയ്ക്കൽ പള്ളി വല്ല പ്രമാദമായൊരു നിലയ്ക്കൽ പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഏതാണ്ട് 4 ഏക്കർ സ്ഥലം മറ്റോ പള്ളി വെക്കാനായിട്ട് കൊടുത്തു. ആ സ്ഥലം ഞാൻ സർവേ ചെയ്തു. അപ്പോൾ അങ്ങനെ സർവേ ചെയ്തപ്പോഴൊക്കെ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, സത്യസന്ധമായി പറഞ്ഞാൽ, രാധാകൃഷ്ണൻ സാർ സീനിയറും ഞാൻ അദ്ദേഹത്തിൻ്റെ ജൂനിയറുമായിട്ട് ഈ ഡോക്ടർമാരുടെ ഇടയ്ക്കൊക്കെ ഉള്ളതുപോലെ, അല്ലെങ്കിൽ ഈ കഥകളിയിലൊക്കെ പാടുമ്പം പൊന്നാനി പാടുകയും ചിങ്കിടി പാടുകയും ചെയ്യും. സാറിൻ്റെ കൂടെ ജോലി ചെയ്ത് പരിചയിച്ച സർവേ ക്യാമ്പ്, അതുപോലെ അധ്യാപനം, മറ്റെല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുനാഥനായി ഞാൻ അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ അതിന് മെച്ചം എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഇപ്പോഴും ഉണ്ട് എന്ന് തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല, സന്തോഷമുണ്ട്. അതങ്ങനെ പറയാനൊരു അവസരം ഇപ്പോൾ കിട്ടിയതിന് നിങ്ങളോടെല്ലാം എനിക്ക് നന്ദി. പിന്നെ മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പുരോഗതിയിലും നിങ്ങളും കൂടെ പങ്കാളിയാകണം. സാധാരണ പ്രൈവറ്റ് സ്ഥാപനത്തിനുള്ള പോലെ ഒരു അസറ്റ്
അങ്ങനെ ഒരു പങ്കാളിത്തം അലുമിനിയിൽ നിന്നോ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനകളിൽ നിന്നോ കിട്ടാറില്ല. ഞാനിവിടെ 2-3 തവണ സാറിൻ്റെ പേര് പരാമർശിച്ചു. അപ്പം സാറിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് പറയുന്നതിന് എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ വീണ്ടും ആവർത്തിക്കാം. നിങ്ങൾ ക്ഷമിക്കണം, ആവർത്തിക്കുന്നതിന് ക്ഷമിക്കണം. അപ്പോൾ ഈ സ്ഥാപനം സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കാനുള്ള നിർദ്ദേശം വെക്കാൻ പറഞ്ഞ് 2000-2001 അക്കാഡമിക് ഇയറിൽ പേപ്പർ വന്നു. അത് ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കാം, നിങ്ങൾ ക്ഷമിക്കണം. ആ സമയത്ത് ഞാൻ ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചു. അത് പലതും നടന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, സർക്കാരിലേക്ക് 15 നിർദ്ദേശം വെച്ചാൽ 2-3 നിർദ്ദേശം പാലിച്ച് കിട്ടിയ പ്രിൻസിപ്പാളിൻ്റെ കഴിവ്, സാമർഥ്യം, കാലത്തിൻ്റെ ഭാഗ്യം, സ്ഥാപനത്തിൻ്റെ ഭാഗ്യം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. അതിന് ചുവട് പിടിച്ച് വളവിടാൻ ഉള്ള ഒരു കാലാവസ്ഥ ഉണ്ടായി. ഇന്ന് ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 2003 കഴിഞ്ഞ് ഇപ്പോൾ 12 ഒരു പന്തീരാണ്ട് കഴിഞ്ഞു. ഈ പന്തീരാണ്ട് കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനത്തിൽ വരികയും സ്ഥാപനത്തിൻ്റെ മുൻവശത്തുകൂടി കടന്നു പോവുകയും ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സജി സാറിനോട് എനിക്ക് അങ്ങേയറ്റം കടപ്പാടുണ്ട്. മുമ്പ് രാധാകൃഷ്ണൻ സാറിനോട് പറഞ്ഞ പോലെ ഞാൻ തുടക്കമിട്ട, ഞാനെന്നല്ല മറ്റു പലരുണ്ട്, സിദ്ധാർത്ഥ സാർ അങ്ങനെ പലരുണ്ട്, ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ അതിജീവിച്ച് ഇപ്പോഴത്തെ പ്രത്യേക പരിസ്ഥിതി എല്ലാം കൂടെ ഉപയോഗിച്ച് ഈ സ്ഥാപനം അക്ഷരാർത്ഥത്തിൽ പറയുകയാണ് ഉത്തരോത്തരം പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഈ അവസരത്തിൽ സാർ ഇവിടെ പ്രിൻസിപ്പലായിരിക്കുകയും ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ആയ എനിക്കും ടീച്ചർക്കും തോന്നുന്നതിലപ്പുറം ഇതിനോട് കൂറ് കാണിക്കുകയും വളരെ അർപ്പണബോധത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടിയും ഊർജ്ജസ്വലമായി ഇതിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിനെയും ഇതിൻ്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ ഇരിപ്പ് അനുകൂലമാക്കിക്കൊണ്ട് ഈ സ്ഥാപനം ഉത്തരോത്തരം പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്. ഇപ്പോഴെനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടെ ഇവിടെ കൊണ്ടുവരണമെന്ന് തോന്നിപ്പോകും. നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വർണ്ണപ്പൊലിമയുള്ള ഈ ആഘോഷങ്ങൾ കാണുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ സാധാരണ നമ്മുടെ അലുമിനി അസോസിയേഷൻ വിളിച്ചു കൂട്ടിയാലേ ഞാനെല്ലാം നിരീക്ഷിച്ചെന്ന് പറയാം. പോളിമർ വിഭാഗത്തിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നേ കുട്ടികൾ സാധാരണ വരാറുള്ളൂ. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ നിന്ന് വളരെ വിരളമായി മാത്രമേ കുട്ടികളെ കാണാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള കുട്ടികളെല്ലാം പ്രത്യേകിച്ച് 90-93 കാലഘട്ടത്തിൽ ഉള്ള കുട്ടികൾ നല്ല നിലയിൽ ഗൾഫ് മലയാളികളായിട്ടും ഇവിടെ നിർമ്മാണ പ്രവർത്തന രംഗത്തും PWDയിലും എല്ലാവരും എനിക്കറിയാം, പലരും ഉണ്ട്. പല സഹായങ്ങളും ചില സമയത്ത് കിട്ടാറുണ്ട്. PWDയിലും ഇലക്ട്രിസിറ്റി ബോർഡിലുമൊക്കെ നല്ല ശമ്പളം കിട്ടി നല്ല നിലയിൽ ജീവിക്കാൻ ടീച്ചർ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം ഉണ്ടായിട്ടുള്ള ഒരു വരേണ്യ വിഭാഗമാണെന്ന് ഞാൻ പറയും. 90-93 അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പം 2000-ന് ശേഷം ഇറങ്ങിയ കുട്ടികൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ പലർക്കും ഗവൺമെൻറ് സർവീസ് കിട്ടാനുള്ള സാധ്യതയില്ല, ഇനിയോട്ട് കിട്ടുമെന്ന് തന്നെ തോന്നുന്നില്ല. കാരണം പോളിസികൾ മാറി മാറി വരിക. ഈ ഓട്ടോമേഷൻ കാരണം പലർക്കും ജോലി സാധ്യത വളരെ കുറവ്, കമ്പ്യൂട്ടറൈസേഷൻ കാരണം കുറവാണ്, ആൾ കുറവ് മതി, വേക്കൻസികൾ ഫില്ല് ചെയ്യില്ല, പണം ചെലവ് കുറയ്ക്കാൻ വേണ്ടി മറ്റു തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഗവൺമെൻറ് വർക്കുകൾ പലതും കൺസൾട്ടൻസി വർക്കിലാണ്. ഞാൻ തന്നെ ഇപ്പം ഗവൺമെൻറ് കൺസൾട്ടൻസി വർക്കിലാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ തന്നെ ഇപ്പം ഗവൺമെൻറ് ഒരു കൺസൾട്ടൻസി വർക്ക് ചെയ്യുന്ന ഏജൻസിയിൽ ഇപ്പോൾ സീനിയർ എഞ്ചിനീയറായിട്ട് ഒരു മാസമായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞതുപോലെ ഗവൺമെൻറ് സർവീസ് കിട്ടാനുള്ള സാധ്യത കുറവ്. പക്ഷേ 90-93 ബാച്ചിലുള്ള കുട്ടികൾക്ക് പലർക്കും PWDയിലും ഇലക്ട്രിസിറ്റി ബോർഡിലും ഒക്കെ ജോലിയുണ്ട്. ഓരോരുത്തരുടെയും മുഖം എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടീച്ചർ പറഞ്ഞതുപോലെ സാധാരണ സിവിൽ എടുത്ത് പാസ്സാകുന്ന കുട്ടികളുടെ ഇടയിൽ നിങ്ങളൊരു വരേണ്യ വർഗ്ഗമാണെന്ന് ഞാൻ പറയും, തീർത്തും പറയും, നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറയും. പക്ഷേ നിങ്ങൾക്ക് അതിന് നിങ്ങൾ അവസരത്തും ഉയരുന്നുണ്ട്. ബിജുവേന്ദ്ര മേനോനെ പോലെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ അത്ര ലോഹിതലല്ലായിരുന്നു, തുറന്നു പറയാമല്ലോ. ചെണ്ട അടിച്ച് അന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ ഇയാളെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. ഞാനിത് പറയാൻ കാര്യം, കഴിഞ്ഞ ഞായറാഴ്ച ഒരു യോഗത്തിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകൻ സ്വല്പം പരുഷമായിട്ട് സംസാരിച്ച അങ്ങനെ പറഞ്ഞാൽ അർത്ഥസത്യമാണ്. ഞങ്ങൾ ഒരു പാഠം പഠിച്ചു കാണും മലയാളത്തിലൊരിക്കൽ, ഞാൻ പഠിച്ചത് ഇപ്പോൾ ഓർക്കുന്നു. അസത്യങ്ങളെക്കാൾ കൂടുതൽ അർത്ഥസത്യങ്ങൾ അബദ്ധത്തിലേക്ക് മനുഷ്യനെ വഴിതെളിക്കുമെന്ന് പറയും. അസത്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കറിയാം ഇത് അസത്യമാണല്ലോ എന്ന് കേൾക്കും നമുക്കറിയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞാൽ അർത്ഥസത്യമുണ്ട്. കാരണം അതങ്ങനെ പറഞ്ഞെങ്കിലേ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് പോകുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഇവിടെ പറയരുതെന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം ഇങ്ങോട്ട് പാർട്ട് ടൈം പഠിക്കാനായിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് അടൂരോ എവിടെ നിന്നോ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചോദിച്ചു. അപ്പോൾ വാക്കാൽ ഞാൻ ഡയറക്ടറേറ്റ് പറഞ്ഞു, ഇപ്പം 4 പേര് പാർട്ട് ടൈം പഠിക്കുന്നുണ്ട്, 7 സ്റ്റാഫ് പോളിമറിലുള്ള സാറിനൊക്കെ അറിയാം, അതിൻ്റെ അവസ്ഥ അറിയാം.
7 സ്റ്റാഫ് പോളിമറിലുള്ളതിൽ 4 പേരും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പോയി പാർട്ട് ടൈം പഠിക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ അത് മാനേജ് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് ഇനി 5ാമത് ഒരാളെ കൂടെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തതെന്ന് ഞാൻ ഔദ്യോഗിക സ്ഥാനത്ത് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യമാണ്. അല്ലാതെ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ DO ലെറ്റർ എഴുതിയിട്ടില്ല. അങ്ങനെ ലെറ്ററേ എഴുതിയിട്ടില്ല. DO ലെറ്റർ എന്നല്ല, ഒരു ലെറ്ററും ഞാൻ എഴുതിയില്ല. പക്ഷേ ഔദ്യോഗികമായിട്ട് പറയേണ്ടടുത്ത് ഞാൻ പറഞ്ഞു. അതെൻ്റെ കർത്തവ്യത്തിന് ഓൺ ദ പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. 5ാമത് ഒരാളെ ഇനി പോസ്റ്റ് ചെയ്തത് അത് ധർമ്മരാജനായതുകൊണ്ടല്ല പറഞ്ഞത്. 5ാമത് ഒരാളെ പോസ്റ്റ് ചെയ്താൽ ഇവിടെ ക്ലാസ് നടത്തിക്കൊണ്ട് പോകാൻ ഒക്കുകയില്ല. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയോട് നീതി പുലർത്താൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞാൻ DO ലെറ്റർ എഴുതിയില്ല. അദ്ദേഹം വന്നു, മുകളിലത്തെ പ്രഷർ, അതൊന്നും ഞാൻ പറയേണ്ട കാര്യം, നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ ഇപ്പോൾ അറിയാൻ കാര്യങ്ങൾ. അദ്ദേഹം വന്നു, അതൊന്നും എനിക്ക് പിണക്കമില്ല. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞതൊക്കെ വാസ്തവമല്ല ഇതിനകത്ത്. പോട്ടെ, അല്ല അങ്ങനെ പറഞ്ഞപ്പോൾ ചില വിഷമം തോന്നിയോണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഡ്യൂട്ടിയുടെ പാർട്ടിൽ അതായിപ്പം വിജയേന്ദ്രമേനോൻ്റെ കാര്യം പറഞ്ഞാൽ ചെണ്ടയുടെ പ്രശ്നത്തിൽ ഞാനൊക്കെ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പലുമായിട്ട്, പഴയ പ്രിൻസിപ്പൽ, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത പ്രിൻസിപ്പലുമായിട്ട് ഇരിക്കുമ്പോഴും വിജയേന്ദ്രമേനോൻ കടന്നു വന്ന് പറയുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ചെണ്ട ഒരിക്കലും മറക്കുകയില്ല എന്ന് പറഞ്ഞു. അല്ലാതെ അതൊന്നും നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല, സത്യസന്ധമായി പറയുന്നതാണ്. അപ്പം അന്ന് വിജയേന്ദ്രമേനെ സസ്പെൻഡ് ചെയ്യുന്ന അനുകൂലം ഉള്ള ഭാഗത്തായിരുന്നു ഞാൻ ഉള്ളത്. പറയാം, അതൊന്നും തുറന്നു പറയുന്നതിന്, കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് ബുദ്ധിമുട്ടില്ല, മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ അതിൻ്റെ പാർട്ട് ഓഫ് ദ ഡ്യൂട്ടി എന്ന് മാത്രം കണക്കാക്കി. നിങ്ങളൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ളവർക്കറിയാം, നമുക്ക് ഇഷ്ടമല്ലാത്തതിനെ പലതും അനുകൂലിക്കേണ്ടി വരും, ചിലത് വിഴുങ്ങേണ്ടി വരും. അതൊക്കെ സത്യസന്ധമായിട്ട് പറയുന്നവരതെല്ലാം സമ്മതിക്കും. അങ്ങനെ ഇത്തരം മേളകൾ, ഈ കുടുംബമേള സംഘടിപ്പിച്ച നിങ്ങൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, പലരും മുൻപന്തിയിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. ഞാനിവിടെ ഇതൊരു സ്ഥിരം പ്രാസംഗികനായി മാറുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു അവസരം തന്ന നിങ്ങൾ ഏവരോടും എൻ്റെ സംഘാടകരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഇന്നത്തെ നേതാവ് പ്രിൻസിപ്പൾ സജി സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഞായറാഴ്ചയാണ്. വ്യക്തിപരമായ സ്വകാര്യ ജീവിത മറ്റ് പല വിശേഷങ്ങളിലും പല ചടങ്ങുകളിലും കുടുംബത്തോടൊപ്പവും ഒക്കെ ചെലവഴിക്കേണ്ട ഈ സമയം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അത് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തോടുള്ള സ്നേഹവും ഈ സ്ഥാപനത്തിലെ മുൻ തലമുറക്കാരായ നമ്മളോടുള്ള വാത്സല്യവുമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ദിലീപ് സാറ് വന്ന ഉടനെ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു തന്നത്, ഈ സ്ഥാപനത്തിന്റെ ഇന്നത്തെ നിലയിലുള്ള ഉയർച്ചയ്ക്കും പുരോഗതിക്കും ഒരു പ്രൊഫഷണലിസ്റ്റിനും കാരണക്കാരൻ സജി സാറാണ്. അപ്പൊ സജി സാറിനെ ഈ അവസരത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മയില് നമ്മളോടൊപ്പം കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. ഇന്നത്തെ ഈ സ്ഥാപനത്തിന്റെ സാഹചര്യത്തെക്കുറിച്ചും അലുമിനി പ്രസ്ഥാനത്തെക്കുറിച്ചുമൊക്കെയുള്ള ഔദ്യോഗികമായ സംസാരത്തിനായി ഈ തലമുറയിലെ വിദ്യാർത്ഥികളുടെ ഗുരുനാഥനെ ഗുരുവചനത്തിനായി ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പൂർവ്വ അധ്യാപകർ രാധാകൃഷ്ണൻ സാർ, പങ്കജാക്ഷൻ പിള്ള സാർ, ഗ്രേസി ടീച്ചർ, ദിലീപ് സാർ, ശശികുമാർ സാർ, സ്നേഹം നിറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികൾ, ആദ്യമായി ഇന്ന് ഈ ചടങ്ങിന് എത്തിച്ചേരാൻ താമസിച്ചതിന് ഞാൻ ഒരു അപ്പോളജി പറയുകയാണ്. പറഞ്ഞതുപോലെ നമുക്ക് ആകെ കൂടെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ്. ഒരുപാട് സാമൂഹ്യമായ കമ്മിറ്റ്മെൻറ്റ്സ് നമുക്ക് ഒരുപാട് ചെയ്തു തീർക്കേണ്ടത് ഉള്ളതുകൊണ്ട് എൻ്റെ തൊട്ടടുത്ത നാട്ടിൽ തിരുവല്ലയിൽ തൊട്ടടുത്ത വീട്ടിൽ എൻ്റെ ഒരു കസിൻ ബ്രദർ, പുള്ളിയുടെ സഞ്ചയനമായിരുന്നു ഇന്ന്. അപ്പോൾ ആ ഒരു ചടങ്ങിന് പോകേണ്ടത് ഒഴിച്ചുകൂടാനാവാത്തതായതുകൊണ്ടാണ് ഇന്ന് ലേറ്റായത്. എങ്കിലും ഈ ഒരു ചടങ്ങിന് എത്തിച്ചേരണം എന്നത് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. കാരണം വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പം കിട്ടുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പൂർവ്വ വിദ്യാർത്ഥികളോട് സംവദിക്കുമ്പം കിട്ടുന്നത്. പ്രത്യേകിച്ചും ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷം വിദ്യാഭ്യാസ സമയത്ത് നമ്മൾ എന്തായി തീരുമെന്നോ നമുക്ക് ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. എന്നാൽ 20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരും തന്നെ ഒരു നല്ല നിലയിലെത്തി. നിങ്ങളുടെ എല്ലാവരുടെയും ആ പുഞ്ചിരിക്കുന്ന മുഖങ്ങളും ആ കുടുംബങ്ങളുടെ സന്തോഷവും അത് കാണുക എന്ന് പറയുന്നത് അധ്യാപകരായ ഞങ്ങൾക്ക് എല്ലാവർക്കും
എനിക്ക് തോന്നുന്നു എന്നേക്കാളൊക്കെ നിങ്ങളുടെ അധ്യാപകർക്ക് എല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന ഒരു നിമിഷങ്ങളാണിത്. അപ്പോൾ അത് നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കത്തില്ല. ദിലീപ് സാറ് പറഞ്ഞത് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു. പ്രൊഫഷണലായി പല കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന ഈ പ്രൊഫഷണലിസത്തിനേക്കാൾ വളരെ നല്ല രീതിയിൽ വളരെ പ്രൊഫഷണലായി തന്നെ ഈ സ്ഥാപനം നിങ്ങളാ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു എന്ന് ഞാനൊരു അനുഭവസ്ഥനാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ മീറ്റിങ്ങിൽ കഴിഞ്ഞ ആഴ്ച അലുമിനിയുടെ മീറ്റിങ്ങിൽ ഞാൻ ശ്രീയക് സാർ ഇരിക്കെ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഞാൻ 95-ലാണ് അന്നിവിടെ ഉണ്ടായിരുന്ന ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇവിടെ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. 95-ലാണ് ഞാൻ പോളിടെക്നിക് മേഖലയിലേക്ക് വരുന്നത്. ഇപ്പം 95 ജോയിൻ ചെയ്യുന്ന ഞാൻ 95 സെപ്റ്റംബർ ജോയിൻ ചെയ്യുന്നു. 96 ജനുവരിയിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് കോട്ടയം പോളിടെക്നിക്കിൽ വരുന്നു. അപ്പോൾ അന്ന് കണ്ട ആ ഒരു കോട്ടയം പോളിടെക്നിക്ക് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായ നിലയിലേക്ക് നമുക്ക് ഇന്ന് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു വെൽ ഓർഗനൈസ്ഡായ ഒരു സിസ്റ്റമായിരുന്നു. വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത അന്ന് ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ഇന്നും ഞാൻ പറയും ഈ 20 വർഷങ്ങൾക്ക് ശേഷവും ഞാൻ അറ്റൻഡ് ചെയ്ത ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഏറ്റവും നല്ല പ്രോഗ്രാം ആ 95-ലെ ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു. അപ്പം അന്ന് ഇപ്പോൾ സാറ് പറയുന്ന രാധാകൃഷ്ണ സാറും ശ്രീയക് സാർ ഇവരെല്ലാവരുമായിരുന്നു അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. ആ സാറ് 93 പോയി. എന്നാൽ പോലും ആ ഒരു ട്രഡീഷൻ അന്ന് അവിടെ ഉണ്ട്. 93 ആ ഒരു കാലഘട്ടങ്ങളിൽ 90-95 കാലഘട്ടങ്ങളിൽ ശ്രീയക് സാറിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്നു ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമും അതെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്കൊന്നും നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങളെല്ലാവരും കോട്ടയം പോളിടെക്നിക്കിലെ ഇന്നത്തെ അധ്യാപകർ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് അപ്പോയിൻറ്റഡ് ആയ അംബാസഡേഴ്സ് ആണെന്ന് ഞാൻ എല്ലായ്പ്പോഴും പറയും. കാരണം കോട്ടയം പോളിടെക്നിക്കിൻ്റെ പേര് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഓരോരുത്തരിൽ കൂടാണ് പോളിടെക്നിക്കിനെ പറ്റി സമൂഹം അറിയുന്നത്. ഇപ്പം നമുക്ക് തന്നെ ഇവിടെ കോട്ടയം പോളിടെക്നിക്കിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കയറി ഇറങ്ങുന്ന സമയങ്ങളിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, മായ ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. കോളേജിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വേണം, ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് PWD ഓഫീസുകളിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. വളരെ നല്ലതായ രീതിയിലുള്ള സപ്പോർട്ട് അവരുടെ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിന് പുറമേയും പറ്റുന്നതിൻ്റെ പരമാവധി അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കോട്ടയത്താണെങ്കിൽ സിവിൽ വിങ്ങിലും ഇലക്ട്രിക്കൽ വിങ്ങിലും രണ്ടിൻ്റെയും ആൾക്കാർ കോട്ടയത്തെ അലുമിനിയാണ്. ഇലക്ട്രിക്കൽ വിങ്ങിൽ ഉള്ളത് സഹദേവൻ സാറ് AXC സാറും കോട്ടയത്തെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അധ്യാപകരെ ഓർക്കുന്നു. ആ ഒരു ഗ്രൂപ്പിംഗ് വളരെ സന്തോഷകരമായ ഈ നിമിഷങ്ങൾക്ക് ഞാൻ അധികം സംസാരിച്ച് അതിൻ്റെ ആ ഒരു രസം കെടുത്തുന്നില്ല. ഒരുപാട് പ്രോഗ്രാംസ് ഇനി നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സജി സാറിൻ്റെ അറിവിലേക്കായി ഒരു കാര്യം സാറ് വരുന്നതിന് മുമ്പായി എൻ്റെ പ്രിയ സുഹൃത്ത് നന്ദകുമാർ വർമ്മ ഒരു കാര്യം പറയുകയുണ്ടായി. ഞങ്ങളുടെ ഈ ബാച്ചിൻ്റെ ഈ കൂട്ടായ്മയുടെ പേരിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഏറ്റവും ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റിന് ഒരു സ്കോളർഷിപ്പ് നൽകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ തുക ഏകദേശം ഞങ്ങൾ ആക്ച്വലി ഈ മീറ്റിങ്ങിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. പക്ഷേ അങ്ങനൊരു സൗകര്യം ഞങ്ങളുടെ സഹായമല്ല, അത് കോളേജ് പോളിടെക്നിക്കിന് ഒരു സൗകര്യമാണ്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ഇതിനെ തുടർന്ന് ആൾക്കാർ ചെയ്യും. അത് പഠിക്കുകയും പഠനത്തോടൊപ്പം പാഠ്യേതര കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്ന ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റിന് ഒരു സ്കോളർഷിപ്പ്, മാന്യമായ ഒരു സ്കോളർഷിപ്പ് നൽകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സാറിനെ ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞങ്ങളുടെ അധ്യാപകരോട് നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നു.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അലുമിനിയുടെ ഒഫീഷ്യൽ ഭാരവാഹികളായി ഇവിടെ രണ്ടുപേർ ഇരിപ്പുണ്ട്. അതിലൊരാൾ ഈ സ്ഥാപനത്തിലെ അധ്യാപകനാണ്, ഹഫീസ് മുഹമ്മദ്. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആക്ച്വലി ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്, ബസ് യാത്രയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ സഹപാഠി അരുണിന്റെ അനുജൻ ഇവിടെ ഫ്രണ്ടിലിരിപ്പുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ട അരുണാണെന്ന് തോന്നുകയുള്ളൂ. അവർ രണ്ടുപേരും ആക്ച്വലി ഇവിടുത്തെ അലുമിനയുടെ ഓഫീസ് ബെയറേഴ്സാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന അവർക്ക് ആദ്യമേ നമ്മൾ സ്വാഗതം പറയേണ്ടതായിരുന്നു, അവരെക്കുറിച്ച് പേര് പരാമർശിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ഈ ഞങ്ങളുടെ ചടങ്ങിൽ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ അങ്ങേയറ്റം വിലമതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ ഹൃദയഭാഗം നമ്മുടെ അധ്യാപകരെ ആദരിക്കലാണ്. അധ്യാപകരെ ആദരിക്കലെന്ന് ഞാൻ അധ്യാപകരെ ആദരിക്കൽ ചടങ്ങെന്നാണ് ഇന്ന് വെക്കാനിരുന്നത്. അപ്പോൾ ബിജു പറഞ്ഞു, എടാ നമുക്കത് ഗുരുപൂജയാക്കാം. ഞങ്ങളുടെ അധ്യാപകരെ പൂജിക്കുവാനായിട്ട് ഞങ്ങൾ ഈ ധന്യമുഹൂർത്തം ഉപയോഗിക്കുകയാണ്. നമ്മളെ 3 വർഷവും പഠിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ രാധാകരൻ സാറിനെയാണ് ആദ്യമായി പൊന്നാട അണിയിക്കുകയും നമ്മുടെ ഗുരുപൂജയുടെ ഉപഹാരം നൽകുവാനായിട്ട് ക്ഷണിക്കുന്നത്. സാർ മുന്നോട്ട് വരണമെന്ന് വളരെ വിനീപൂർവ്വം അപേക്ഷിക്കുന്നു. പൊന്നാട അണിയിക്കുവാനായി നമ്മുടെ പ്രിയപ്പെട്ട നന്ദകുമാർ വർമ്മയെ ക്ഷണിക്കുകയാണ്. ഉപഹാരം കൊടുക്കുവാനായി ബിന്ദുവിനെ ക്ഷണിക്കുന്നു. ബിന്ദു മനസ്സും ശരീരവും കുളിർക്കുന്ന ധന്യമുഹൂർത്തമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രേസിയാനി ടീച്ചർ മുന്നോട്ട് വരണമെന്ന് വളരെ വിനീപൂർവ്വം അപേക്ഷിക്കുന്നു. ഗ്രേസിയാനി ടീച്ചറെ പൊന്നാട അണിയിച്ച് ഉപഹാരം കൊടുക്കുവാനായി നമ്മുടെ പ്രിയപ്പെട്ട ബിജു ചന്ദ്രമേനോനെ ഞാൻ ക്ഷണിക്കുന്നു. ശ്രീകലാഠി നായർ നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു മാതൃകയാവണം. അധ്യാപകരെ ഞങ്ങളുടെ മനസ്സുകൊണ്ട് പൂജിക്കുന്ന ഈ ധന്യമുഹൂർത്തം നമ്മുടെ കുട്ടികൾ അവരുടെ തലമുറയിലേക്കും പകർന്നു നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പങ്കിയാശം പിള്ള സാറിനെ ഗുരുപൂജ നടത്തുവാനായി മനോജിനെ ക്ഷണിക്കുന്നു. മായ ആദരിക്കാനായിട്ട് ഷൈനി, വിമൽ, ഈ
സ്ഥാപനത്തെ ഉത്തരോത്തരം പുരോഗതിയിലേക്ക് നയിക്കുന്ന നമ്മുടെ അഭിമാനമായ സജി സാറിനെ ആദരിക്കുവാനായി ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഇവിടെ അണിനിരന്നിരിക്കുകയാണ്. തങ്കമണിയും ദീപയും ശൈലാമണിയും ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഒരുപോലെ, ജൈനമ്മയും ഒക്കെ സ്റ്റേജിലോട്ട് കയറി. സീമ, അജിത, ആശ, മുട്ടനാശ, തോംസൺ എവിടെ, തോമാച്ചൻ, എല്ലാവരും ഇവിടെ. രജനി, പേര് വിളിച്ചിരുന്ന് വിചാരിക്കരുത്. ഷാജി, പ്ലീസ് കയറി വരൂ. എല്ലാവരും വരണം. ആരുടെയെങ്കിലും പേര് വിളിക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, പ്ലീസ് വരണം. നിങ്ങളുടെ എല്ലാവരുടെ സാന്നിധ്യം ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളുടെയൊക്കെ അനിൽ, ജിണ്ടാണെന്ന് വിളിക്കുന്ന അനിൽ സാറിന് പൊന്നാട അണിയിക്കുന്നു. ശശികല ഉപഹാരം കൊടുക്കണം. ശശികല ഉപഹാരം കൊടുക്കും. കാണുവാനായിട്ട് ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തം, ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണിത്. എല്ലാവരും ഓർക്കുന്ന മുഹൂർത്തം. ഞങ്ങളുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ ഹൃദയഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുനാഥന്മാരെ ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ, ഒരുപാട് ബഹുമാനത്തോടെ, അതിലേറെ സ്നേഹത്തോടെ നമിക്കുന്നു. ഞങ്ങളുടെ ഗുരുപൂജ നിങ്ങൾ സ്വീകരിച്ചതിൽ ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ചേർന്ന് ഈ ഒരു ഹൃദയഭാഗം ജീവസുരതാക്കിയത് സന്തോഷം. ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും എവിടെ തുടങ്ങണമെന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ടില്ല ഞാനിപ്പോൾ. കാരണം രാവിലെ വന്ന ഇവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ തന്നെ രാവിലെ ഇവിടെ വന്ന് കയറി ഈ പരിസരത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ തന്നെ നിങ്ങളെക്കാൾ ത്രില്ലിലാണ് ഞാൻ. ഇവിടെ പല ഗെറ്റ് ടുഗദറും നടന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ തുറത്തങ്ങ് പറയാം, ഒരു പരിധി വരെ എൻ്റെ നിർബന്ധമാണ്. ഞാൻ പലരെയും വിളിച്ച് പറയും പിള്ളേരോട് നമുക്കൊന്ന് കൂടണം എന്നുള്ളത്. സത്യത്തിൽ നമ്മളെ കാരണവന്മാരൊക്കെ പറയുന്നത് പോലെ ചില അച്ഛന്മാരും അമ്മമാരൊക്കെ പറയണം, എനിക്ക് പിറക്കാതെ പോയ മകനാണ് ഇതെന്നൊക്കെ. ഈ അവസരത്തിൽ എനിക്കും പറയാനുള്ളത് തന്നെയാണ്, എനിക്ക് പിറക്കാതെ പോയ കുറേ കുട്ടികളാണ് നിങ്ങളെന്നാണ് ഞാൻ പറയുന്നത്. രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒന്ന് പഠിപ്പിക്കണമെന്ന് വളരെ ആഗ്രഹത്തോടെ പറഞ്ഞിരുന്ന മനുഷ്യനാണ് ഇവിടെ ചാക്കോ സൂചിപ്പിച്ചത്. കാരണം നിങ്ങൾ ഞാൻ സർവീസ് കയറിയ ഡെമോൺസ്ട്രേറ്ററായിട്ടാണ്, റിട്ടയർ ചെയ്ത് ഡെമോൺസ്ട്രേറ്ററായിട്ടാണ് 34 വർഷം. ആ 34 വർഷത്തിൽ 27 വർഷവും നാട്ടകം പോളിയിൽ തന്നെയാണെന്നുള്ളത് വലിയ റെക്കോർഡ് തന്നെയാണ്. 7 വർഷം മാത്രമേ ഇവിടുന്ന് പുറത്തു പോയുള്ളൂ, പാലക്കാട്, വെണ്ണിക്കുളം, കളമശ്ശേരി. നിങ്ങളിവിടെ വന്ന് ക്ലാസ് തുടങ്ങിയ ആരംഭ കാലഘട്ടത്തിലാണ് ഞാൻ പാലക്കാട്ടേക്ക് ചിലരോടുള്ള ദേഷ്യത്തിൻ്റെ ഉള്ള റിക്വസ്റ്റ് ട്രാൻസ്ഫറാണ് പാലക്കാട്. ഒന്ന് ആലോചിച്ച് നോക്കണം, കോട്ടത്ത് കിടക്കുന്ന ഞാൻ ഇവിടുന്ന് റിക്വസ്റ്റ് ട്രാൻസ്ഫർ മേടിച്ച് പാലക്കാടിന് പോയത്. അത് ഈ അവസരത്തിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് കഴിഞ്ഞ ആഴ്ച പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ 5 മിനിറ്റിന് കണക്കൂട്ടണം, 50 മിനിറ്റിന് കണക്കൂട്ടിക്കൊള്ളുക. കാരണം അത് ഈ വീതി പറയണം. ഞാൻ വളരെ ഗുരുതുല്യനായിട്ട് സ്നേഹിക്കുന്ന, ഞാനിപ്പോൾ പറയാൻ പറഞ്ഞത് എൻ്റെ സ്ട്രക്ചറൽ ഗുരുവാണ് വെങ്കടേശൻപിള്ള സാറ്. കാരണം ഞാൻ ഡിപ്ലോമ കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ കയറുമ്പം സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൻ്റെ ABCD പോലും എനിക്കറിയാൻ മേല. ഞങ്ങൾ ഒരുമിച്ച് കളമശ്ശേരിക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ കളമശ്ശേരിക്ക് പോകുമ്പോൾ സ്ട്രക്ചറിൽ എന്താണെന്ന് എന്നെ പഠിപ്പിച്ചതും ഇന്നിപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. അതിന് കാരണക്കാരനായ ഗുരുബോധത്തിൽ ഒരാളാണ് ഈ വെങ്കടേശൻപിള്ള സാർ. ഞങ്ങൾ രണ്ടും ഇവിടെ വർക്ക് ചെയ്യുന്നു, കളമശ്ശേരിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇവിടുന്ന് ഷട്ടിൽ ട്രെയിനിൽ കയറുമ്പോൾ, സാർ ഓർക്കുന്നുണ്ടോ, ഷട്ടിൽ ട്രെയിനിൽ ഇവിടുന്ന് കളമശ്ശേരി വരെ എന്നെ സ്ട്രക്ചറിൽ പഠിപ്പിക്കുക അദ്ദേഹം. ഷായയുടെ പുസ്തകം വെച്ചിട്ട് സ്ട്രക്ചറിൽ പഠിപ്പിക്കുക എന്നെ. അല്ലാതെ ഞാനിന്ന് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒന്നും അല്ലായിരുന്നു, ആരും ആകില്ലായിരുന്നു. അത് ഒരു സത്യം. രണ്ടാമത്, സർവേ ക്യാമ്പും സർവേ പ്രാക്ടിക്കൽ എങ്ങനെ കൂടുതൽ പിള്ളേരിൽ എത്തിക്കാമെന്ന് തന്നെ പഠിപ്പിച്ച ഒരു ഗുരുബോധനാണ് ശ്രീ രാധാകൃഷ്ണൻ സാറ്. ഞാൻ എല്ലായിടത്തും പറയാനുള്ളൊരു വാക്കാണ്, അത് ചിലപ്പോൾ ഫീൽ ചെയ്യുമായിരിക്കും. സർവേ ക്യാമ്പിൻ്റെ കാലനാണ് രാധാകൃഷ്ണൻ സാറെന്ന് എല്ലാവരും പറയുന്നത്.
കാരണം ഒറ്റയ്ക്ക് തിരുവനന്തപുരം സറേക്കാമ്മ മഹാൻ അദ്ദേഹം. എത്ര ഏക്കർ സാറേ സൂ? 18 ഏക്കർ. ആ സൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രിവാൻഡ്രം സൂ കണ്ടിട്ടുള്ളവർക്കറിയാം. സാറിൻ്റെ കൂടെ ചേർന്ന് 2 സർവേ ക്യാമ്പ് ഞാൻ കണ്ടക്ട് ചെയ്തതാണ്. ഒന്ന് ഇവിടെയും ഒന്ന് മുട്ടമ്പലത്ത് ക്വാർട്ടേഴ്സുകൾ, ദേവലോകം ക്വാർട്ടേഴ്സ്. അതുപോലെ എൻ്റെ മാതൃസ്ഥാനത്ത് കാണുന്ന ഒരാളാണ് ഗ്രേസി ടീച്ചർ. ഒരു പക്ഷേ പോലീസ് സർവീസിൽ കയറിയതിനു ശേഷം എന്നെ ആദ്യത്തെ ക്ലാസ്സിൽ കൊണ്ട് പിള്ളേരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ടീച്ചറാണ്. അന്ന് പിള്ളേർ ചോദിച്ചു എപ്പോഴും ഓർക്കുന്നുണ്ട്, സാറിൻ്റെ ടീച്ചറിൻ്റെ മകനാണോ, മീശയില്ലല്ലോ ഒന്ന്. 20ാമത്തെ വയസ്സിലാണ് ഇവിടെ, 21ാമത്തെ വയസ്സിലാണ് സർവീസിൽ കയറുന്നത്. അപ്പോൾ എനിക്ക് മീശയൊന്നും വലിയിട്ടൊന്നും ഇല്ല. ടീച്ചറിനെ കൊണ്ട് ക്ലാസ്സിൽ വരുമ്പോൾ പിള്ളേർ ചോദിച്ചു ചോദ്യം അതാ. അങ്ങനെ എന്നെ സംബന്ധിച്ച് എല്ലാവരും എനിക്ക് ഗുരുഭൂതരായിട്ടുള്ള തുല്യമായിട്ട് ആൾക്കാരായിരിക്കുന്നത്. ഇവരെല്ലാം പ്രിൻസിപ്പൽമാരുമാണ്. പക്ഷേ എനിക്ക് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചപ്പം ഗ്രേസ് ടീച്ചറിനെ സംബന്ധിച്ച് 3 മാസങ്ങളെ പ്രിൻസിപ്പലായിട്ടിരുന്നുള്ളൂ. ടീച്ചറെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആരെക്കൊണ്ടും പറ്റില്ല. പങ്കാച്ചമുള്ള സാറേ 1 വർഷത്തോളം ഇരുന്നിട്ടുള്ളൂ. സാറിനെ കൊണ്ട് ഈ പറഞ്ഞ 1 വർഷം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ഞാൻ നിങ്ങളെ വരുന്നതിന് ഇവിടെ വന്നപ്പോഴേ ആദ്യം നിങ്ങളോടൊക്കെ സൂചിപ്പിച്ചതും അതുപോലെ എനിക്ക് ഇങ്ങനെ ഈ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വലിയ ഇഷ്ടമാണ്, വലിയ താല്പര്യമാണ്. കക്ഷി രാഷ്ട്രീയമോ ജാതിമതമോ ബന്ധങ്ങളൊന്നും നോക്കാതെ അവരെ എനിക്ക് ഒത്തിരി സ്നേഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 പ്രിൻസിപ്പൽമാരിൽ ഒരാളാണ് ശ്രീ NK സിദ്ധാർത്ഥൻ വലപ്പാട്. ഇവിടെ ആദ്യം പുരോഗമന പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന അദ്ദേഹമാണ്. ഇവിടെ നമ്മുടെ വർക്ക്ഷോപ്പിന് അങ്ങോട്ടുള്ള റോഡും ഇവിടെ ഒരു ജെൻസിനുള്ള ലാട്രിനും ടോയ്ലറ്റും ഈ റോഡും ഒക്കെ അന്ന് അദ്ദേഹത്തിന് സൃഷ്ടി ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ കണ്ട ഒരു ജയൻസ്, ഒരു ഭീമാകാരനാണ് ദൈവം ചെയ്യുന്ന ഇദ്ദേഹം. അത് അംഗീകരിക്കാൻ ഉള്ള സന്മനസ് ഉണ്ടായി വിളിച്ച് കഴിവുള്ളവനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് നമ്മൾ ഒരു വിമുഖതയും കാണിക്കേണ്ട കാര്യമുള്ളതല്ല. ഞാനിവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് 1.5 വർഷമായുള്ളൂ. 2 വർഷത്തോളം 1.5 കൊല്ലത്തോളം അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലിവിടെ വന്നതിന് ശേഷം ഇന്നും നിങ്ങളും ഞാനും ഒക്കെ കാണുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഈ വളർച്ച, ഞാൻ വന്നപ്പോഴേ നിങ്ങളെല്ലാവരും എൻ്റെ പ്രധാനപ്പെട്ട ഞാൻ പറയണം, സാറ് കടന്നു വരുമ്പോൾ ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി വേണം സാറിനെ സ്വീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവിടെ മീറ്റിങ്ങുകൾ നമ്മൾ തുടങ്ങിയത്. കാരണം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സുഖവും സമാധാനവും, ഇന്നിപ്പോൾ നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ട് AC കുളിർമയിൽ ഇരിക്കുന്നതിൻ്റെയൊക്കെ കാരണക്കാർ അദ്ദേഹമാണ്. പക്ഷെ അതിന് വഴിയൊരുക്കിയത് പങ്കാശമുള്ള സാറും നന്ദകുമാർ വർമ്മയുടെ കുറേ ബാച്ചുമാണ്. ഇതിനെ ഡോറ് മാറ്റി വെച്ച ഈ സ്റ്റേജും ഒക്കെ ഉണ്ട്. അന്നും ഞാനിവിടെ വന്ന അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും പറയാനല്ല ഞാൻ കയറുക. കാരണം ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ വേദിയിൽ ഇവിടെ ഒരു അധ്യാപകന് എൻ്റെ സ്റ്റുഡൻറ്റുമാണ്. ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം പോളിമറിലെ സ്റ്റുഡൻറ്റുമാണ്. ഇപ്പോൾ പങ്കേഷമുള്ള സാറിനെ ഇൻസൾട്ട് ചെയ്തിരിക്കുന്ന സംസാരം ഞങ്ങൾക്ക് ആർക്കും അന്ന് പുറയിലിരുന്ന് ഞങ്ങൾക്ക് ആർക്കും സൂചിച്ചിട്ടില്ല. എന്നാൽ അതിനേക്കാൾ വളരെ സങ്കടകരമായ കാര്യം എനിക്ക് പറയാനുള്ളത്, അത് അന്ന് ഈ സ്റ്റേജിൽ കയറി പറയാൻ എനിക്ക് അവസരം കിട്ടിയില്ല. കാരണം ഞാൻ പറഞ്ഞ പിണക്കം തോന്നുന്നത്, ഞാൻ ഇവിടുത്തെ അലുമിനിയല്ല, ഞാൻ പന്തളം പോളിയിലാണ് പഠിച്ചത്. അപ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ അലുമിനി മീറ്റിംഗ് കയറി ഞാനൊരു രംഗം സൃഷ്ടിക്കാൻ എനിക്ക് താല്പര്യം. ഇവിടെ എന്നോട് സംസാരിക്കാൻ പറയാൻ രഘുവും സന്തോഷവും ഒക്കെ ഇവിടെ ഇങ്ങോട്ട് വന്നതാണ്. എനിക്ക് സംസാരിക്കാൻ അവസരം തരണമെന്ന് പറയാനാണ് ഞാൻ അവിടെ പറയുന്നവരെ വിലക്കിയത്. വേണ്ട, കാരണം വലിയ കയറിയൊന്നും അഭിപ്രായം പറഞ്ഞ മോശമല്ലേ. പക്ഷെ ഇപ്പോൾ ഇത് പങ്കേശമുള്ള സാറ് ഫീൽ ചെയ്തെന്ന് പറയുമ്പോൾ എനിക്കതിനെ മറുപടി പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾ അയൽവക്കമാണ്. അതുപോലെ ബന്ധങ്ങളും കടപ്പാടുകളും സാറിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം, അദ്ദേഹം അത്ര ഫീൽ ചെയ്ത് ഒരു ഒപ്പിടുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിനേക്കാൾ ഫീലിംഗ് എനിക്കുണ്ട്. ഞാനിവിടെ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻ്റാണ് അദ്ദേഹം. അത് കഴിഞ്ഞ് ഇവിടെ അധ്യാപകനായിട്ട് വന്നു. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. പക്ഷേ ഞാൻ ഇവിടുന്ന് പാലക്കാടിന് ട്രാൻസ്ഫർ മേടിച്ച് പോകാനുള്ള ഒരു കാരണക്കാരൻ അദ്ദേഹമാണ്.